പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടും പിന്മാറാതെ അപരന്മാർ. വയനാട്ടിൽ 3 രാഹുൽ ഗാന്ധിമാരാണ് മത്സര രംഗത്തുള്ളത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് പുറമെ പത്രിക നൽകിയ 2 രാഹുൽ ഗാന്ധിമാരും പിന്മാറിയില്ല. MP രാജേഷ് മത്സരിക്കുന്ന പാലക്കാട്ട് P രാജേഷും M രാജേഷും മത്സര രംഗത്ത് തുടരും. LDF-നായി VP സാനു മത്സരിക്കുന്ന മലപ്പുറത്ത് സ്വതന്ത്രൻ NK സാനു പത്രിക പിൻവലിച്ചില്ല. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം ഇതോടെ പൂർത്തിയായി. വിവരങ്ങളുമായി VV അരുണും അശ്വിൻ വല്ലത്തും ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്ക്. അരുൺ, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും അപരന്മാരെല്ലാം തുടരുകയാണ്. എന്തായിരിക്കും ഇനിയുള്ള സ്ഥിതിഗതികൾ? ധന്യ, പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി 3 മണിക്ക് അവസാനിച്ചു. എല്ലാ മണ്ഡലങ്ങളിലെയും അവസാനവട്ട സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം പുറത്തുവരും. അപരന്മാർ ഇത്തവണയും പ്രധാന സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയാകുമെന്ന ഉറപ്പ് തന്നെയാണ്. നേരത്തെ ധന്യ സൂചിപ്പിച്ച പോലെ രാഹുൽ ഗാന്ധിയുടെ അപരന്മാർ തുടരുന്നു. മറ്റ് പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികൾക്കും അപര ഭീഷണി ഉണ്ടാകും. തിരുവനന്തപുരത്ത് ആകെ 17 സ്ഥാനാർത്ഥികളാണുള്ളത്. നേരത്തെ 19 പേർ പട്ടികയിലുണ്ടായിരുന്നു, 2 പേർ പിൻവലിച്ചു. ആറ്റിങ്ങലിൽ 21 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസാനവും ഉണ്ടായിരുന്നു. അതിൽ 4 പേർ പിൻവലിച്ചിരിക്കുന്നു. അടൂർ പ്രകാശിന് ഇവിടെ 2 പ്രകാശുമാർ അപരന്മാർ ഉണ്ടായിരുന്നു. അവർ പിൻവലിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. മറ്റു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയായി അപരന്മാർ ഉണ്ടാകും. സ്ഥാനാർത്ഥികളുടെ വിജയം നിർണ്ണയിക്കുന്നതിൽ പോലും ഒരുപക്ഷെ അപരന്മാർ നേരത്തെ പല തിരഞ്ഞെടുപ്പുകളിലും പ്രധാന പങ്കുവഹിച്ചതായി കണ്ടിട്ടുണ്ട്. വിജയം തടയുന്നതിലും അതുപോലെ എതിർ സ്ഥാനാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്ന തരത്തിലും ഈ അപരന്മാരുടെ സാന്നിധ്യം വലിയ പ്രശ്നങ്ങൾ. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരിക്കുന്നു. സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കാനുള്ള ദിവസം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. 3 മണിയോടെ അശ്വിൻ വല്ലത്ത് ചേരുന്നുണ്ട്. അശ്വിൻ, വയനാട്ടിൽ 3 രാഹുൽ ഗാന്ധിമാരാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. കൂടാതെ പാലക്കാട് ജില്ലയിൽ MP രാജേഷിന് മറ്റ് 2 രാജേഷ്മാരുണ്ട്. UP സാനുവിനും മറ്റൊരു പേരിൽ ഇതേ പേരിൽ മറ്റൊരാൾ മത്സരിക്കുന്നുണ്ട്. എന്തായിരിക്കും ഇവിടെയൊക്കെയുള്ള സ്ഥിതികൾ? പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിലെ രാഹുൽ ഗാന്ധിയുടെ മത്സരത്തെ ഏത് രീതിയിലായിരിക്കും ഈ അപര സ്ഥാനാർത്ഥികൾ ബാധിക്കുക? വിവരങ്ങൾ. ധന്യ, വയനാട് മണ്ഡലത്തിലെ ചിത്രം ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു. 20 സ്ഥാനാർത്ഥികളാണുള്ളത്. നേരത്തെ 22 നോമിനേഷനുകളായിരുന്നു കിട്ടിയിരുന്നത്. ഇതിൽ 2 പേർ പത്രിക പിൻവലിച്ചിരിക്കുന്നു. അത് LDF-ന്റെയും അതേപോലെ NDA-യുടെയും ഡമ്മി സ്ഥാനാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പത്രിക പിൻവലിച്ചിരിക്കുന്നു. നേരത്തെ സരിത S നായരുടെ പത്രിക ഇവിടെ തള്ളിയിരുന്നു ചില പ്രശ്നങ്ങൾ കാരണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ അപരന്മാർ പത്രിക പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതിൽ ഒരാൾ രാഹുൽ ഗാന്ധി KE എന്ന പേരുള്ള എരുമേലി സ്വദേശിയായ ആളാണ്. അദ്ദേഹം പത്രിക പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് അപരനുണ്ട്. മറ്റൊരാൾ തമിഴ്നാട് സ്വദേശിയായ രാഹുൽ ഗാന്ധി എന്ന ആളാണ്. അദ്ദേഹവും പത്രിക പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. ഇതുകൂടാതെ മറ്റൊരു ആൾ കൂടെ ഗാന്ധി എന്ന സർനെയിം വരുന്ന രൂപത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥി കൂടെയുണ്ട്. ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് 2 അപരന്മാർ ഉണ്ടായിരിക്കുന്നു. ഇത് ഏതു വിധത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ എന്നാൽ പോലും കോൺഗ്രസ് നേതൃത്വം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഏതാണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 3 ലക്ഷത്തിലും കടക്കും എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. വലിയ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായിരുന്നു ഇന്ന്. അപരന്മാരൊന്നും പത്രിക പിൻവലിച്ചില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. VV അരുണും അശ്വിൻ വല്ലത്തുമാണ് വിവരങ്ങൾ നൽകിയത്.